അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും പലപ്പോഴായിട്ട് ഉസ്താദുമാരുടെ പീഡന വാർത്തകൾ ഇങ്ങനെ വരാറുണ്ട്. അത് നന്നായിട്ട് ആഘോഷിക്കാനും ഈ സമൂഹത്തിനറിയാം. കാരണം അത് ഉസ്താദുമാരായതുകൊണ്ട്. ആദ്യം തന്നെ ഞാൻ ഉണർത്തുന്നു, ഈ പറയുന്നത് കൊണ്ട് ഇത്തരം ലൈംഗികമായ പീഡനങ്ങളും അതിക്രമങ്ങളും ചെയ്യുന്ന ഒരു ഉസ്താദിനെയും അനുകൂലിക്കുന്ന നിലപാടല്ല ഞാൻ പറയുന്നത്. ആദ്യം തന്നെ ഉണർത്തുകയാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഏതൊരു ഉസ്താദിനെയും പിരാന്തൻ എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൻ ഈ തലപ്പാവ് ധരിക്കാൻ അർഹനല്ല, അവൻ ഈ വെള്ള ഡ്രസ്സ് ധരിക്കാൻ അർഹനല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സമൂഹം വിശ്വസിക്കണം. അത്തരം ചെയ്ത ആളുകളെ അത് കൃത്യമായ തെളിവോടുകൂടെ ചെയ്തുവെന്ന് ഉറപ്പ് വന്നാൽ മാത്രം അവർക്ക് ശിക്ഷിക്കണം, അവരെ ഈ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് തന്നെയാണ് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്. മഹല്ലടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അതിന് കൃത്യമായ നിലപാടുണ്ടാക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, കേസ് സത്യമാണ്, പരാതി സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലാണെങ്കിൽ അവരെ നിർത്തേണ്ട നിലയിൽ നിർത്തുകയും ശിക്ഷിക്കേണ്ട ശിക്ഷകൾ അർഹമായിട്ട് അവർക്ക് നൽകുകയും ചെയ്യണമെന്ന് തന്നെ ആദ്യം അടിവരയിട്ടുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പലപ്പോഴും ഉസ്താദുമാർ പിടിപ്പിച്ചു മദ്രസയിൽ അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റത് ചെയ്തു, മറിച്ച് ചെയ്തു എന്നൊക്കെ പറയുന്നു. ഇതിനൊക്കെ പോക്സോ കേസ് വരുമ്പോഴും പ്രധാനമായിട്ടും വരുന്നത് സ്കൂൾ കൗൺസിലിങ്ങിൽ ടീച്ചറോട് ഉസ്താദിൻ്റെ ഇത്തരം അതിക്രമങ്ങൾ ടീച്ചറോട് കൗൺസിലിങ്ങിലൂടെ പറഞ്ഞു എന്നാണ് പല വാർത്തകളിലും നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കുന്നത്, കൃത്യമായിട്ട് ഇതിനു മുമ്പ് ഒരുപാട് പോക്സോ കേസുകൾ വന്നു. അതിൽ എനിക്കറിയാവുന്ന 4-5ഓളം ഉസ്താദുമാർ നിരപരാധികളായിട്ട് എനിക്കറിയാവുന്ന ആളുകളുണ്ട്. അതിൽ കേസ് അടുത്ത മാസം തീരാൻ പോകുന്ന ആളുകളുണ്ട്. അവസാനമാണ് അവർ പ്രഖ്യാപിക്കുന്നത് ഇയാൾ നിരപരാധിയാണ്. ഈ അദ്ദേഹം സഹിച്ച മാനനഷ്ടത്തിന് കോടതി വില നൽകുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നു. സമൂഹം ഈ മാനനഷ്ടത്തിന് പകരം നിങ്ങൾ എന്ത് തിരിച്ചു നൽകുന്നുണ്ട്? ഒന്നും നൽകുന്നില്ല. ചെയ്തത് തെറ്റാണെങ്കിൽ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കണം, അതിലൊരു സംശയമില്ല. സത്യത്തിൽ എന്താണ് ഒരു തെളിവുമില്ല. ഏതോ ഒരു കുട്ടി പറഞ്ഞു, അതിന് അടിസ്ഥാനമുണ്ടോ? അല്ലെങ്കിൽ ഇതാർക്കെങ്കിലും കാണുന്ന പോകട്ടെ, പല തെളിവുകൾ നമുക്ക് എടുക്കാമല്ലോ. പല തെളിവുകളെടുക്കുക. ഇത് സത്യമാണോ, അല്ലെങ്കിൽ നുണയാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണോ? നമുക്കിതൊക്കെ അന്വേഷിച്ച് അതൊന്നും അല്ല, ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട അവനെ നിർത്തേണ്ട നിലനിർത്തണം. അല്ലാതെ ഇത് വ്യാജമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം എത്ര പോക്സോ കേസുകളാണ് വ്യാജമായിട്ട് വന്നിട്ടുള്ളത്? 4000-ലധികം പോക്സോ കേസുകളാണ്. അത് വാർത്തയായിട്ട് വന്നത് ഞാൻ വായിച്ചതാണ്. 4000-ലധികം. അതിലെത്രയോ ആളുകൾ വെറുതെ അവരുടെ മാനത്തിന് വിലയില്ലാതെ അവർ ജീവിതം മുഴുവനും തൊലയുന്ന രീതിയിൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? ഇതിനൊക്കെ ആരുത്തരം പറയും? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോടാണ് ഇന്ന് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളെ മദ്രസയിൽ നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണം. മറ്റൊരു കാര്യം, ഇവിടെ പുറത്തു വരുന്ന കേസുകളിൽ ശാരീരികമായ പീഡനം, മാനസികമായ പീഡനം, പോട്ടെ ലൈംഗികമായ പീഡനം, ഇങ്ങനെ പല പീഡനങ്ങളും നാം പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ മാനസികമായ പീഡനമാണ് ഒരു ഉസ്താദിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായെങ്കിൽ പോലും പത്രത്തിൽ വരുന്നത് പീഡനമെന്നാണ്. അത് അടിച്ച ശാരീരികമായ പീഡനമാണെങ്കിലും പത്രത്തിൽ വരുന്നത് പീഡനമെന്നാണ്. പീഡന കേസിൽ പോക്സോ ചുമത്തി. ഇനി ലൈംഗികമായ പീഡനമാണെങ്കിലും വരുന്നത് പീഡനം എന്ന് തന്നെയാണ്. ഇത് മൂന്നിനെയും ആഘോഷിക്കാൻ ഒന്നാം സ്ഥാനത്ത് നിങ്ങളുടെ മഹല്ലുകാരുണ്ടാകും. നിങ്ങളുടെ മഹല്ലിലെ പകുതി ആളുകൾ ഇതിന് ഒന്നാമതായിട്ട് ആഘോഷിക്കാനുണ്ടാകും. പിന്നെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് മുസ്ലിമീങ്ങളായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞിട്ടേ യുക്തിവാദികളും മതമില്ലാത്തവനും മറ്റു മതസ്ഥരും ആഘോഷിക്കാൻ നിൽക്കുന്നുള്ളൂ.
ആദ്യമായിട്ട് ഇതിന് ഷെയർ ചെയ്യാനും ഇതിന് എല്ലാം പുകയിപ്പിക്കാനും ആദ്യമായിട്ടുണ്ടെന്നത് നമ്മുടെ ഉമ്മത്ത് തന്നെയാണ്. വലിയ അഭിമാനമാണല്ലോ അതൊക്കെ, വലിയ അഭിമാനം. പ്രിയപ്പെട്ടവരെ, ചെയ്തവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ എന്തും ചെയ്യുന്നതിൽ ഞാൻ എതിർക്കപ്പെടുന്നില്ല. നിരപരാധിയാണെങ്കിൽ അത് തെളിയട്ടെ. തെളിഞ്ഞതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്തോളൂ. നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തോളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളൂ. നാണം കെടുത്തണം, അങ്ങനെ അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തണോ, കാല് തല്ലി പൊളിക്കോ, നിങ്ങൾ ചെയ്തോളൂ. കേസ് തെളിയുന്നതിന് മുമ്പ് ഒരു ആരോപണത്തിൻ്റെ പേരിൽ മാത്രം ഇത്രയും വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കാൻ മഹല്ലടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്? ഏതെങ്കിലും മദ്രസകളിൽ നിങ്ങൾ CCTV വച്ചിട്ടുണ്ടോ? ആ CCTVയിൽ എന്തെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാറുണ്ടോ? വീഡിയോ കാണാറുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ഉത്തരം പറയണം. മഹല്ലടിസ്ഥാനത്തിൽ നിങ്ങൾ ഉത്തരം പറയണം. ഇതൊക്കെ സംവിധാനിച്ച് പോട്ടെ, ഒരു ഉസ്താദിനെ നിയമിക്കുമ്പോൾ ആ ഉസ്താദിൻ്റെ ബയോഡാറ്റ നിങ്ങൾ എടുക്കാറുണ്ടോ? കഴിഞ്ഞ കാല ജീവിതത്തിൽ അദ്ദേഹം മദ്രസ പഠിപ്പിച്ചതിൽ, പള്ളിയിൽ ജോലി ചെയ്തതിൽ എന്താണ് അദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുള്ളത്? ആ നാട്ടുകാരുമായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ടോ? ഇതൊന്നുമില്ല. ഇതൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല. ഉസ്താദുമാരെ തെറ്റ് കാണാൻ മാത്രമേ നിങ്ങൾക്ക് സമയമുള്ളൂ. നിങ്ങൾ ഇത് ചെയ്തോ? ഇത് ചെയ്തതിന് ശേഷം മദ്രസ സംവിധാനത്തിൽ കൃത്യമായിട്ട് കൗൺസിലിംഗ് നടത്താൻ മദ്രസയിൽ തന്നെ ഒരു കൗൺസിലറെ വെച്ച്, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് നടത്തുന്ന ഒരു ഡോക്ടറെ വെച്ച് നിങ്ങൾക്ക് കൗൺസിലിംഗ് നടത്താം. ഉസ്താദുമാരുടെ ഭാഗത്തുനിന്ന് ബിഹേവ് ചെയ്യുന്ന എന്തെങ്കിലും മോശമായ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുന്ന കൗൺസിലിങ്ങുകൾ നിങ്ങൾക്ക് മദ്രസയിൽ വെക്കാം. നിങ്ങളത് വെച്ചോ? അത് വെച്ചിട്ടില്ല. മദ്രസയുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും നിങ്ങൾക്ക് സംസാരിക്കാനോ അതുമായി ബന്ധപ്പെട്ടോ ചെയ്യാനോ മഹല്ലുകാർക്ക് സമയമില്ലല്ലോ. വലിയ പള്ളി ഭരിക്കുന്ന ഭരണ കമ്മിറ്റിയല്ലേ, ഭരണസമിതിയല്ലേ. എന്താണ് പ്രിയപ്പെട്ടവരെ, എൻ്റെ കേൾക്കുന്ന നല്ല മനുഷ്യരുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക. ഇതിന് നിങ്ങൾക്ക് കൃത്യമായ സൊല്യൂഷൻ ഉണ്ടായിട്ട് പോലും അതൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് വലിയ ഘോരം നിങ്ങൾ പ്രസംഗിക്കാനും ഷെയർ ചെയ്യാനും, ഉസ്താദുമാർ അത് ചെയ്തില്ലേ, ഉസ്താദുമാർ മുഴുവനും കുണ്ടനടി. ഒരുത്തൻ കഴിഞ്ഞ പ്രാവശ്യം കുണ്ടനടി എന്ന് പറഞ്ഞ് സമൂഹത്തിന് മുമ്പിൽ വലിയ അഭിമാനത്തോടെ പറയുന്നുണ്ടായിരുന്നു. അവർക്ക് കൃത്യമായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഞാനിത് പറയുന്നത്, ഇത്തരം സംവിധാനങ്ങൾ മഹല്ലടിസ്ഥാനത്തിൽ വെക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് വരിസംഖ്യ വേണം മാസത്തിൽ, അത് കൃത്യമായ വരിസംഖ്യ വാങ്ങണം. ഇതൊന്നും മദ്രസയിൽ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കത് മദ്രസ ചിന്തിക്കണ്ടല്ലോ, നിങ്ങൾക്ക് സ്കൂളാണല്ലോ പ്രധാനം. എന്നിട്ട് ഏതോ ഒരു ഉസ്താദ് നല്ല അത് പഠിപ്പിക്കാൻ വേണ്ടി ഒന്ന് അടിച്ച ആ കുട്ടിയെ കൗൺസിലിംഗ് ചെയ്തു, ആ കുട്ടിയെ പീഡിപ്പിച്ചു, ആ ഉസ്താദ് പോക്സോ കേസിൽ അറസ്റ്റിലായി, ആ കുടുംബം നാണക്കേടിലായി. എന്താണ് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് പ്രിയപ്പെട്ടവർ? അതിന് ഉസ്താദുമാരോട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, സദർ മുഅല്ലിമീങ്ങൾ ഇത്തരം വിഷയത്തിൽ നല്ല നിലപാടുള്ളവരായിരിക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല വഴികളുണ്ട്, അത് നിങ്ങൾ അനുസരിച്ച് ചെയ്യണം. നിങ്ങളെ മദ്രസകളിൽ നല്ലൊരു പരാതിപ്പെട്ടി നിങ്ങൾ നിർബന്ധമായിട്ടും സ്ഥാപിക്കണം. പരാതിപ്പെട്ടി സ്ഥാപിക്കണം. എന്നിട്ട് ആഴ്ചകളിലോ അല്ലെങ്കിൽ 2-3 ദിവസങ്ങളിൽ മദ്രസകളിൽ അസംബ്ലി ഉണ്ടാക്കണം. എന്തുകൊണ്ടത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല? അസംബ്ലി നിങ്ങൾ കൃത്യമായ സ്കൂളുകളിലുള്ളതുപോലെ അസംബ്ലി സിസ്റ്റം ഉണ്ടാക്കണം. എന്നിട്ട് അസംബ്ലികളിൽ മദ്രസയിൽ സംഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ കുട്ടികൾക്ക് ബോധവൽക്കരണം ഉണ്ടാക്കി കൊടുക്കണം. മയക്കുമരുന്നിനെതിരെ കൃത്യമായ നിലപാട് ഉസ്താദുമാർ ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾക്ക് ഉസ്താദുമാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റാരുടെ ഭാഗത്തുനിന്നോ മോശമായിട്ടുള്ള എന്തൊക്കെ പെരുമാറ്റങ്ങളുണ്ടാകാം, ഏതെല്ലാം ഭാഗങ്ങളിൽ ടച്ച് ചെയ്യാൻ പാടില്ല, ഈ ഭാഗങ്ങളിൽ ടച്ച് ചെയ്താൽ എങ്ങനെ പരാതിപ്പെടണം, ഇതൊക്കെ എന്തുകൊണ്ട് ഉസ്താദുമാർക്ക് പറഞ്ഞു കൊടുത്തുകൂടാ? ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും മദ്രസയിൽ ഒരു പരാതിപ്പെട്ടി സ്ഥാപിക്കുകയും ചെയ്യുക. പരാതിപ്പെട്ടി സ്ഥാപിച്ചിട്ട് കുട്ടികളോട് പറയണം, നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഈ പെട്ടിയിൽ എഴുതിയിടുക. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ച പ്രശ്നം അത് എഴുതിയിടുക. എഴുതിയിട്ടാൽ ആ വിഷയത്തിൽ കൃത്യമായിട്ട് ആ മഹല്ലിൽ പഠിക്കുക, ഉസ്താദ് പഠിക്കുക. ഇങ്ങനെ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടുണ്ടോ? CCTV വെക്കണം. CCTVയിൽ അത്തരം വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? മറ്റു കുട്ടികളോട് ഈ വിഷയവുമായി സംബന്ധിച്ച് ചോദിക്കണം. ഇത്തരം വിഷയങ്ങൾ ഉസ്താദുമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? എന്തേ ചോദിച്ചുകൂടെ? എന്നിട്ട് കൃത്യമായി ഇവൻ തെറ്റ് ചെയ്തവനാണെങ്കിൽ പോലീസിന് നൽകണം, പോക്സോ കേസ് അവനിക്ക് ഇടണം. ഒരു സംശയമില്ല. ഇതൊക്കെ ചെയ്തിട്ട് മതി പ്രിയപ്പെട്ടവർ നിങ്ങളെ ഘോര സംസാരവും നിങ്ങളുടെ ഈ ഇകഴ്ത്തലും നിങ്ങളുടെ ഈ പ്രഖ്യാപനങ്ങളും.
ഇല്ലെങ്കിൽ മുഖം നോക്കി പറയും പോയി പണി നോക്കുകയെന്ന്. അങ്ങനെ പറയാൻ ഉസ്താദുമാർക്ക് കഴിയണം. നമുക്ക് മുദത്വം വേണം സംസാരത്തിൽ, ദഅവത്തിന് നല്ല സംസാരങ്ങൾ, നല്ല സ്വഭാവങ്ങളും വേണം. മറ്റുള്ളവർക്ക് എന്തും നമുക്കെതിരെ ചീത്ത പറയാം, നമുക്കെതിരെ ആക്രോശിക്കാം. അപ്പോൾ തിരിച്ച് അതേപോലെ ആക്രോശിച്ചവർക്ക് മറുപടിയും കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് നിലപാട് പറയാനുള്ളത്. അതിലാരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു കുഞ്ഞുമോനെയും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നൊരു വിഷയം, നിങ്ങളെ മദ്രസകളിലും നിങ്ങളെ മഹല്ലുകളിലും ഉസ്താദുമാർക്ക് എന്തെങ്കിലും നിങ്ങളുടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ, യാ അല്ലാഹ്, ഒരു പേപ്പർ എടുക്കുക, ലെറ്റർ എഴുതുക, എന്നിട്ട് രാജിക്കത്ത് നൽകി ആ സന്തോഷത്തോടുകൂടെ എല്ലാവരോടും കൈ കൊടുത്ത് ആ മഹല്ലിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഉസ്താദുമാർ തയ്യാറാകും. നിങ്ങൾക്ക് ഒരു മഹല്ലിൽ മാത്രമല്ല, നിങ്ങൾക്ക് അല്ലാഹു റിസ്ക് വെച്ചിട്ടുണ്ട് ലോകത്ത് മുഴുവനും. അത് നിങ്ങൾ ഒരു പേടിയും ആ വിഷയത്തിൽ ഭയവും വേണ്ട. ആണിനെപ്പോലെ അവിടെ നിന്ന് ഇറങ്ങി നിങ്ങൾക്ക് പോകാൻ കഴിയണം. ഒരാളെ എച്ചിൽ നിൽക്കാൻ വേണ്ടി നിൽക്കേണ്ടവരല്ല പണ്ഡിതന്മാർ. ആണത്വത്തോടു കൂടെ തന്നെ സംസാരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഈ പരാതിപ്പെട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിഹാര മാർഗ്ഗങ്ങൾ കാണാൻ കഴിയും. അടുത്തതായി നിങ്ങളോട് പറയാനുള്ളത്, ഉസ്താദുമാർ, സദർ മുഅല്ലിമീങ്ങൾ, മഹല്ല് കമ്മിറ്റികൾ കൃത്യമായിട്ട് മദ്രസയിൽ വരുന്ന കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം. എന്ത് കൗൺസിലിംഗ് കൊടുക്കണം? വെറും മദ്രസകളിൽ മാത്രമല്ല ഈ പീഡനം. ഉസ്താദുമാരെ കൊടുക്കാനും വ്യാജ വാർത്തകൾ ഉണ്ടാക്കാനും ഒന്നാം സ്ഥാനത്ത് സ്കൂളിലെ അധ്യാപകർ നമുക്ക് മുമ്പിലുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പീഡനങ്ങൾ എന്തൊക്കെയെന്ന് കൗൺസിലിങ്ങിലൂടെ പഠിക്കണം. ചൈൽഡ് ലൈനിൽ പരാതി കൊടുക്കണം. തീർച്ചയായിട്ടും ആ പരാതികൾക്ക് പിന്നിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ പ്രചോദകരാകണം. എന്നാൽ ഇത്തരം വ്യാജ കേസുകൾ തീർച്ചയായിട്ടും അന്ന് നിൽക്കും. ഉസ്താദുമാരെ വെക്കെട്ടുകളും വലിയ ഇഷ്ടമാണല്ലോ നിങ്ങൾക്ക്, അതൊക്കെ അന്ന് നിൽക്കും. സ്കൂളുകളിൽ നടക്കുന്ന പീഡനങ്ങൾ കൃത്യമായിട്ട് കൗൺസിലിങ്ങിലൂടെ കുട്ടികൾ പറഞ്ഞാൽ ആ അധ്യാപകർക്കെതിരെയും നിങ്ങൾ പരാതി കൊടുക്കും. വെറും അധ്യാപകരല്ല, ഉസ്താദുമാരുടെ പീഡന വാർത്ത വന്നാൽ യാ റബ്ബേ എന്തൊക്കെ സംസാരങ്ങൾ, ഘോരഘോരം, ഓരോരോ നല്ല നല്ല മനുഷ്യന്മാർ. പക്ഷേ മദ്രസകളിൽ കൗൺസിലിംഗ് നടത്തിയാൽ അറിയാം ആ നാട്ടിൽ ഈ ലൈംഗിക പ്രശ്നവുമായി പൊറുതിമുട്ടുന്ന എത്ര സാധാരണ ജനങ്ങളുണ്ടെന്ന്. അവരുടെ പരാതികൾ നാം കുട്ടികളിൽ നിന്ന് സ്വീകരിച്ച് അവർക്കെതിരെയും നമുക്ക് പോക്സോ കേസുകൾ ചുമത്താൻ കഴിയണം. ഒരു ഭാഗത്ത് മാത്രമല്ലല്ലോ, രണ്ട് ഭാഗത്തു നിന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണല്ലോ. നിങ്ങൾ നോക്ക്, ഇതുവരെ വന്ന പോക്സോ കേസുകളിൽ ഏതൊക്കെ വിഷയങ്ങളാണ് ലൈംഗികമായ പ്രതികരണങ്ങളുണ്ടായത്? പറ്റാത്ത ഭാഗങ്ങൾ സ്പർശിച്ചത്, പറ്റാത്ത സ്ഥലങ്ങളിൽ നോട്ടമുണ്ടായത്, അല്പം ചില കേസുകൾ. അത്തരം ഞരമ്പ് രോഗികൾ ഈ വേഷം ധരിച്ചിട്ടുണ്ട്. അവരെ ചവിട്ടി പുറത്താക്കാൻ ഞാനടക്കം നിങ്ങളെല്ലാവരും തയ്യാറാകണം. അല്ലാത്ത പാവങ്ങളെ, നിരപരാധികളെ ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടാനുള്ള കാരണങ്ങളായി മഹല്ലുകൾ മാറാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് മദ്രസകളിൽ കൗൺസിലിംഗ് ചെയ്ത് സ്കൂളുകളിൽ നടക്കുന്ന പീഡനങ്ങൾ, പുറത്ത് നടക്കുന്ന പീഡനങ്ങൾ, മയക്കുമരുന്നിൻ്റെ ലോബികൾ ആരൊക്കെ ഇത് വിതരണം ചെയ്യുന്നുണ്ട്, എല്ലാം കുട്ടികൾ വാ തുറന്ന് പറയും, ഒരു പേടിയും വേണ്ട. അത്തരം ആളുകളെ കൃത്യമായിട്ട് പോലീസിൽ വിഷയമേൽപ്പിച്ച് കുട്ടികളുടെ മൊഴി കൊടുത്ത് അതും നമുക്ക് നിർത്തിക്കാൻ കഴിയണം. എന്തേ മദ്രസകളിൽ കൗൺസിലിംഗ് ചെയ്തുകൂടെ? ചൈൽഡ് ലൈനും വിളിച്ച മദ്രസകളിൽ വരൂലേ? നിങ്ങൾക്കും നിലപാടെടുക്കാൻ പറ്റണം. അന്ന് നിൽക്കും ഈ വ്യാജ പരാതികൾ. സത്യമാണോ പരാതി? എന്നാൽ ആണത്വത്തോടുകൂടെ ആ വിഷയത്തിൽ കൽപ്പുള്ളവരായിട്ട് നിൽക്കാൻ മാതാപിതാക്കൾക്കറിയാം. അഥവാ അവർ ഒരു ഉസ്താദിനെ കൊടുക്കാൻ, ആ ഉസ്താദിനെ മുൻവൈരാഗ്യം തീർക്കാൻ, അല്ലെങ്കിൽ കമ്മിറ്റിയോടുള്ള മുൻവൈരാഗ്യം തീർക്കാൻ ഈ ഉസ്താദിനെ ബലിയാടാക്കാൻ ഉദ്ദേശിച്ച ഒരുത്തനാണെങ്കിൽ അവന് തിരിച്ച് കിട്ടുമെന്ന ബോധം വന്നാൽ ഓൻ ആ പണിക്ക് നിൽക്കൂല. ഇനി ഏതെങ്കിലും ഉസ്താദുമാർക്ക് അങ്ങനെ പീഡന പരാതികൾ വന്ന് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുറപ്പാണ്, നിങ്ങൾക്ക് തെളിവുകളുണ്ടെങ്കിൽ മാനനഷ്ടത്തിന് കൊടുത്തവർക്കെതിരെ കേസ് കൊടുക്കണം. കഴിഞ്ഞ വർഷമല്ല, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു സ്കൂളിൽ ഒരു കുട്ടി സ്വന്തം പിതാവ് പീഡിപ്പിച്ചു എന്നൊരു വാർത്തയുമായി മുമ്പോട്ട് വരുന്നത്, ഒരു മൊഴിയുമായി. അതും കൗൺസിലിങ്ങിലാണ്. സ്വന്തം ഉപ്പ പീഡിപ്പിച്ചു, ടീച്ചർമാർ കൗൺസിലിംഗ് ചെയ്തു എന്നാണെന്ന് പറഞ്ഞത്.
സുബ്ഹാനല്ലാഹ്. പുറത്ത് വന്നപ്പോൾ എന്താണ് പുറത്ത് വന്നപ്പോൾ ആ പ്രിൻസിപ്പാലിനടക്കം ആ പിതാവ് കേസ് കൊടുത്തപ്പോഴാണ് സത്യം പുറത്തു വരുന്നത്. എന്തോ അടിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ അല്ലെങ്കിൽ ആ സ്കൂളിൽ ആ പ്രിൻസിപ്പാൾ നീതികേട് പ്രവർത്തിച്ചതിൻ്റെ പേരിലോ അതിനെതിരെ സംസാരിച്ചതിൻ്റെ വൈരാഗ്യം തീർക്കാൻ ആ പ്രിൻസിപ്പാൾ ചെയ്ത കാരണമാണ് ഈ ഉപ്പയ്ക്കെതിരെ ഈ കുട്ടിയെ കൊണ്ട് മൊഴിയെടുപ്പിച്ചത്. പിന്നീട് ആ കുട്ടി തിരുത്തി പറഞ്ഞു, അത് പ്രിൻസിപ്പാൾ ടീച്ചർ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോലീസിന് മൊഴി കൊടുത്തത്, അങ്ങനെ എൻ്റെ ഉപ്പ ചെയ്തിട്ടില്ല, തെളിവെൻ്റെ കയ്യിലുണ്ട്. ഇത്തരം പരാക്രമികൾ, നീചന്മാർ സ്കൂളുകളിലുണ്ട്, അധ്യാപക വേഷം ധരിച്ചിട്ടുണ്ട്, സമൂഹത്തിലുണ്ട്, വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഉസ്താദുമാരെ ബലിയാടാക്കുന്നത്. അത്തരം വിഷയങ്ങൾ വന്നാൽ ആണത്തത്തോടുകൂടെ അവർക്കെതിരെ പരാതി നൽകാൻ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നിങ്ങൾക്ക് കോടതികൾ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്കും പോലീസ് സ്റ്റേഷനുകളുള്ളതാണ്. ഒരു പേടിയും പേടിക്കേണ്ട. അതിന് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കാൻ, ഉസ്താദുമാർക്ക് സപ്പോർട്ട് കൊടുക്കാൻ ആ മഹല്ലിലെ കാരണവന്മാരും ആ മഹല്ലിലെ കമ്മിറ്റി മെമ്പർമാരും ആ മഹല്ലിലെ നേതൃത്വവും മുമ്പോട്ട് വന്നാൽ അന്ന് തീരും ഈ വ്യാജ കേസുകൾ. അതുകൊണ്ട് ഞാൻ ന്യായീകരിക്കാൻ വന്നതല്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഉസ്താദുമാരെ പീഡനവാർത്ത കേട്ടപ്പോൾ ഘോരഘോര സംസാരിക്കുന്ന പോസ്റ്റുകളിടുന്ന ഉസ്താദുമാർക്ക് എന്താണ് പണി? എല്ലാ ഉസ്താദുമാരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വരുന്ന കമൻറ്റോളികൾ ഈ വീഡിയോക്ക് താഴെയും വരും. അത്തരം ആളുകൾക്ക് മുഖം നോക്കി സംസാരിക്കാൻ ഉസ്താദുമാർക്ക് അറിയണം. ഒരു പേടിയും ഒരു ഭയവും ഒരു കുഞ്ഞുമോനോടും വേണ്ട. പോയി പണി നോക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയണം. ഒരു രാഷ്ട്രീയക്കാരൻ്റെ വാലാട്ടികളായിട്ട് പണ്ഡിതന്മാർ മാറാൻ പാടില്ല. ധൈര്യത്തോടെ പ്രതികരിക്കണം. നിങ്ങൾ തയ്യാറാണോ? അന്ന് നിൽക്കും ഇവരെ ഈ കോമാളിത്തരങ്ങൾ. ഒരു ഭയവും വേണ്ട. ഇൻഷാ അല്ലാഹ് എൻ്റെ പേജിലൂടെ, എൻ്റെ ചാനലിലൂടെ ഇനിയും വരും മഹല്ലിലെ ഇത്തരം ഉച്ചനീചത്വങ്ങൾക്കെതിരെ സംസാരങ്ങൾ ഒരുപാട് എഴുതി വച്ചിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും നമുക്ക് സംസാരിക്കണം. ഉസ്താദുമാർ ധൈര്യമായിട്ട് പ്രതികരിക്കണം. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പ്രതികരിക്കണം. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു നീചന്മാർ, നിങ്ങളെപ്പോലെ ഒരു കപടന്മാർ ഈ ലോകത്തില്ലെന്ന് നിങ്ങൾക്കറിയണം. അള്ളാഹു നല്ലതിനു വേണ്ടി പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അല്പം വീഡിയോ കൂടുതലായി പോയിട്ടുണ്ട്, നിങ്ങളൊക്കെ ക്ഷമിക്കണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം. പിന്നെ കമൻ്റ് ഇടുന്നവർ വേണ്ടതുപോലെ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ഇടണം. അതാണ് എൻ്റെ സന്തോഷം. മറുപടി ഞാൻ തന്നോളാം, ആണിനെ പോലെ തന്നോളാം. നിങ്ങൾ ഒരു മഹ്ലൂക്കിനെയും പേടിക്കാതെ ജീവിക്കാൻ ഉസ്താദുമാർക്കറിയാം. അത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി തന്നോളാം. അത് ഒരു പേടിയും ഇൻഷാ അല്ലാഹ് ഇനി ഒരു ഉസ്താദിനും ഉണ്ടാവില്ല. ആ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മദ്രസകളിൽ സംവിധാനിക്കാൻ അല്ലെങ്കിൽ എങ്ങനെ കൗൺസിലിംഗ് ഉസ്താദുമാർക്ക് തന്നെ അവർക്ക് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഓൺലൈൻ വഴി നമുക്ക് എങ്ങനെ മനഃശാസ്ത്രം പഠിക്കാം, എങ്ങനെ നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യാം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്. ഉറപ്പാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അത്തരം ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. കമൻറ്റിൻ്റെ ആവശ്യകത മനസ്സിലാക്കി തീർച്ചയായിട്ടും ഓൺലൈനിലൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യാം എന്നതിനെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാൻ പറ്റും. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.